ഏതായാലും ഈ പറഞ്ഞ സാധനം സ്ട്രീറ്റ് ദഅവ ബീച്ചിലേക്ക് ചെന്നുകൊണ്ട് ആളുകൾ അവിടെ സ്വൈര്യമായിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യും. എന്നിട്ട് അവരെ ഒരു കുറേ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളിലൂടെ അതിപ്പോൾ മതമാണോ രാജ്യമാണോ വലുതെന്നൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ട് അവസാനം അത് പൂജയെ ഇകഴ്ത്തുന്നതിലേക്കും ബഹുദൈവ വിശ്വാസങ്ങളെ ഇകഴ്ത്തുന്നതിലേക്കും എന്നിട്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിക്കാനും എന്നിട്ട് പിന്നെ അത് അള്ളാഹുവിൽ കൊണ്ട് മുട്ടിക്കാനും ഇങ്ങനെ ശ്രമിക്കുന്ന ഒരു കുതന്ത്രം ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പണ്ട് നമ്മുടെ എം അക്ബർ ചെയ്തിരുന്ന അതേ പണി തന്നെ, സ്നേഹസംവാദം എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. കുറച്ച് ചെറുപ്പക്കാർ ബീച്ചിലിരുന്ന് ജനങ്ങളോട് സമാധാനപരമായി സംസാരിച്ചപ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ നെഞ്ചെടുപ്പ്? ആരിഫ് ഭയന്നു പോയോ? ഇവരെയൊക്കെ മുളയിലെ നുള്ളിക്കളയണം എന്ന് പറയുന്ന താങ്കളുടെ വീഡിയോ ഞങ്ങൾ കണ്ടതാണ്. ഇവർ വന്നു പ്രസംഗിച്ചത് വരും തലമുറയെ വഴിതെറ്റിക്കാനോ നാട് കടത്താനോ അല്ലല്ലോ എന്ന് ആദ്യം മനസ്സിലാക്കുക. എം അക്ബറും അബ്ദുള്ള അബ്ബാസിലും ഒക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഭയമായിരിക്കുന്നു. ഇപ്പോൾ ആ ചെറുപ്പക്കാർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ആളുകളോട് സൗമ്യമായി സംവാദം നടത്തുമ്പോഴും നിങ്ങൾ പറയുന്നത് അത് കുതന്ത്രമാണ്, നാടകമാണ് എന്നാണ്. സത്യത്തിൽ നിങ്ങൾ ആരെയാണ് ഈ ഭയക്കുന്നത്? സത്യത്തെയോ അതോ നിങ്ങളുടെ കടലാസ് യുക്തിവാദം പൊളിഞ്ഞു വീഴുന്നതിനെയോ? വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും ഇറങ്ങി ഇസ്ലാമിനെയും മറ്റു മത ദൈവവിശ്വാസത്തെയും തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? എന്നിട്ട് നിങ്ങൾ ഈ നാടി നൽകിയ നല്ല സന്ദേശം എന്താണ്? സൃഷ്ടിപ്പിൽ അർത്ഥമില്ല, ജീവിതത്തിന് ലക്ഷ്യമില്ല, മൂല്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന നിഷേധാത്മകമായ ചിന്തയല്ലാതെ മറ്റെന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്നാൽ മനുഷ്യന് പ്രത്യാശയും സമാധാനവും നൽകുന്ന സന്ദേശവുമായി ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ തടയാൻ നോക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ അജണ്ട ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്കൾ ഒന്ന് ഓർത്തു വെച്ചോ, അസത്യത്തിന്റെ കാറ്റടിച്ച് പറന്നു പോകുന്ന കരിയിലല്ല ഇസ്ലാം. ഖുർആൻ 17:81 ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സത്യമുണ്ട്. സത്യം വന്നെത്തിയിരിക്കുന്നു, അസത്യം തകർന്നു പോയിരിക്കുന്നു. തീർച്ചയായും അസത്യം തകരുന്നത് തന്നെയാകുന്നു. നിങ്ങൾ എത്രയൊക്കെ അടച്ചിടാൻ ശ്രമിച്ചാലും എത്ര പേരെ നുള്ളിക്കളയാൻ നോക്കിയാലും സത്യം അതിന്റെ വഴിക്ക് പ്രചരിക്കുക തന്നെ ചെയ്യും. ഖുർആൻ 61:8 ചോദിക്കുന്നത് പോലെ തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സത്യവിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആളുകളുടെ വായടുപ്പിക്കാനും മുളയിലെ നുള്ളിക്കളയണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന നിങ്ങളാണോ നാളെ ജനാധിപത്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ പോകുന്നത്? അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വഴിയിൽ പോകുന്നവന്റെയൊക്കെ വായടുപ്പിക്കാൻ നോക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മറുപടിയില്ല എന്നതിന്റെ പച്ചയായ തെളിവാണിത്. ഖുർആൻ 2:111 വെല്ലുവിളിച്ച് ചോദിച്ചതുപോലെ നിങ്ങൾ സത്യവന്മാരാണെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ ഇങ്ങ് കൊണ്ടുവരും. ഇവിടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ചറിയാൻ അവർക്കറിയാം. നിങ്ങളുടെ ഈ നെട്ടോട്ടവും ഭയവും കാണുമ്പോൾ കാണുന്നവർക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: സത്യത്തിന് മുൻപിൽ നിങ്ങളുടെ കടലാസ് കോട്ടകൾ തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു.